అందలింద గొల్లేదల అరచేతి మాణిక్యము పంతమాడే కంసుని పాలి వజ్రము. ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണ്? തഞ്ചാവൂരിലേക്ക് പോയത്. തഞ്ചാവൂരിലേക്ക് നമ്മൾ കോയമ്പത്തൂർ ട്രിപ്പ് പോയ അതേ ട്രെയിൻ തന്നെ, അത് കാരക്കൽ എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. 10:25 രാവിലെ 9 മണിയാകുമ്പോൾ തഞ്ചാവൂർ എത്തും. ഇപ്പൊ 8:20. രണ്ടുപേരും കൂടെ വരാനുണ്ട്. പക്ഷെ രണ്ടുപേര് അവിടെ ഇറങ്ങിയിട്ടുള്ളൂ. രണ്ടുപേരും മിസ്സിങ്ങും കൂടി ആകട്ടെ. എന്റെ വൈഫും ഇല്ല, പിന്നെ ഇവന്റെ അനിയനും ഇല്ല. രണ്ട് അത് വളരെ സംഭവമുണ്ട്. ബാക്കി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരാള് ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതെല്ലാം കഴിച്ച് ആദ്യ മോളുണ്ട് നമ്മളെ കൂടെ. അത് മോള് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഉണ്ട്. ചിന്നമ്മയുടെ ആണ് അതിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി ട്രെയിൻ എടുക്കുമ്പോൾ കാണാം അല്ലേ. വേറൊരു കാര്യം, ഒരു അനുകൂല കാലാവസ്ഥ ഉണ്ട്. അന്ന് ഞങ്ങൾ ആദ്യമായി പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ തൊട്ടേ മഴയായിരുന്നു. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ഡിസംബർ അല്ലേ. സെറ്റല്ലേ. ഞങ്ങൾ കഴിഞ്ഞോട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതാ കേട്ടോ ട്രെയിൻ, ഇവിടെ കാരക്കൽ എക്സ്പ്രസ്. അതുപോലെ അവിടെ സ്റ്റിയറിംഗ് കളിക്കുന്നു. ട്രെയിൻ എടുക്കാൻ ഇനി 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ സമയം പോകാൻ വേണ്ടി ചുമ്മാ ഒരു റെയിലൊക്കെ എടുത്ത് അങ്ങനെ ഒരു 10:15 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ട്രെയിനിലേക്ക് പതുക്കെ കയറി. എല്ലാവരും കൂടെ 10:25 ട്രെയിൻ ഇവിടുന്ന് എടുക്കും. എറണാകുളത്ത് തന്നെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിനിലേക്ക് കയറിയിരുന്നു. സീറ്റൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃത്യം 10:25 തന്നെ ട്രെയിൻ എടുത്ത്. പിന്നെ ട്രിപ്പ് ഒന്ന് ഓണാക്കാൻ വേണ്ടി ഞങ്ങളോരോ പാട്ടൊക്കെ പാടി അങ്ങ് പോവുകയാണ്. അനുരാഗം വീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ, മണിവള കിഴങ്ങണ കയ്യാളെ. പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തിരുച്ചിറപ്പള്ളി ആയപ്പോഴാണ് എല്ലാവരും കൊണ്ട് എഴുന്നേറ്റത്. അതുമൂലം രാവിലെ തന്നെ എഴുന്നേറ്റുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട് രാവിലെ. ഇനി ഒരു 1.5 മണിക്കൂർ യാത്ര കൂടി ഉണ്ട് തഞ്ചാവൂരെത്താൻ. ഇപ്പം അടുത്ത് നമ്മൾ തഞ്ചാവൂരിലേക്ക് എത്താറായി. ഇപ്പം നമ്മൾ ഇവിടെ എത്തി പൊന്മലൈ. ഇപ്പം നമുക്ക് തഞ്ചാവൂർ എത്തി കാണാം. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നേരത്തെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കണം. എന്നിട്ട് വേണം ബാഗ് അവിടെ വെച്ച് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:45 കഴിഞ്ഞ്. ഇനി നമ്മൾ പുറത്തെവിടെയെങ്കിലും റൂം എടുത്ത ശേഷം ഫ്രഷപ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ആദ്യം പാലസിലേക്ക് പോയിട്ട് ഉച്ച കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. പ്ലാറ്റ്ഫോം ഇറങ്ങി നേരെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് വന്നു. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തു നിന്നുള്ള വ്യൂ. ഇവിടെ അമ്പലത്തിൻ്റെ ആ ഗോപുരം പോലെ തന്നെ ഫ്രണ്ടിലൊരു ചെറിയ ഗോപുരമൊക്കെ പണിത് മനോഹരമാക്കിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇന്ത്യയുടെ പതാക കാണാം.
നാദൂസ് പതാക നോക്കി നിൽക്കുക. എല്ലാ റെയിൽവേ സ്റ്റേഷനും ഉള്ള പോലെ തന്നെ ഇവിടെയും AC വെയിറ്റിംഗ് ഹാളും ബാത്റൂമും ക്ലോക്ക് റൂമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് ഇതുള്ളത്. AC ഡീലക്സ് ആൻഡ് പ്രീമിയം വെയിറ്റിംഗ് ഹാൾ ആൻഡ് ക്ലോക്ക് റൂം ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഫ്രഷപ്പ് ആകാനായിട്ട് കിട്ടുമെന്ന് നോക്കാം. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുളിക്കാനാണെങ്കിൽ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ പുറത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് വല്ല ഹോട്ടൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. മനീസ് റെസിഡൻസി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് കേട്ടോ ഹോട്ടൽ. മേളിലാണെന്ന് തോന്നുന്നു റൂംസൊക്കെ, താഴെ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾക്ക് റൂം ഇട്ടിരിക്കാൻ ഒരു റൂം എടുത്തുള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഫ്രഷപ്പും പിന്നെ സാധനങ്ങൾ വെക്കാൻ മതിയല്ലോ. അപ്പോൾ ഒരു റൂമാണ് കിട്ടിയത്. ഞങ്ങളെല്ലാം കൂടി ഒരു റൂം, ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഫ്രഷപ്പായിട്ട് മാറാൻ വിചാരിച്ചു. അങ്ങനെ എന്നിട്ടാണ് ഇവിടുന്ന് നേരെ ബാഗ് ഇവിടെ വെച്ചിട്ട് നേരെ ടെമ്പിളിലേക്ക് പോകാനായിട്ട്. ഇവിടെ റൂമിന് ഇപ്പോൾ 8 പേർക്കും കൂടെ ഒരു 2000 രൂപ മേടിച്ചത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇതിനകത്തായിട്ട് കൂടുതലായിരുന്നു. അപ്പോൾ ഇവർ 2000 രൂപ നമ്മുടെ നിന്ന് മേടിച്ചുള്ളൂ. അപ്പം 10 മണി വരെ ആണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 10 മണിക്കാണെങ്കിലും ചെക്കൗട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. എല്ലാവരും ഇപ്പോൾ പല്ല് തേക്കുന്നതിന് തിരക്കിലാണ്. കേട്ടോ ബാത്റൂം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷപ്പൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പാലസിലേക്കാട്ടോ ആദ്യം പോകണം. നമുക്ക് ഓട്ടോയിൽ നമ്മൾ 8 പേരുണ്ട്. അത് അവർ 120 രൂപ മേടിച്ചുള്ളൂ. അത് അഫോർഡബിളായിട്ട് തോന്നി. കാരണം പുള്ളിക്ക് പാലസിൻ്റെ അവിടെ നിന്നൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 120 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നോർമലി ഒരു 200-250 രൂപ ഓട്ടോ ചാർജ് വരുന്നതാണ് പാലസ് വരെ. ഇത് പാലസിലൊക്കെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പാലസിൻ്റെ ഫ്രണ്ടിലേക്ക് പാലസിലേക്ക് എടുക്കൊണ്ടിരിക്കുന്നത്. പാലസിൻ്റെ കവാടാന്ന് തോന്നുന്നില്ല ചവിട്ട. പാലസ് പോലെ നമുക്ക് തോന്നുന്നുണ്ടോ നമുക്ക്? ഇതെല്ലാം പാലസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പോകുന്നുണ്ട്. ഇവിടെ വേണോ? ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് പാലസിലേക്ക് കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിനുള്ള എൻട്രൻസ് ഫ്രീ ആണ്. 40 രൂപയാണ്. 5 രൂപ വെച്ചിട്ട് ആൾക്ക് 8 പേർ 40 രൂപ. രണ്ട് ലോക്കുകളൊക്കെ, പഴയ ലോക്കുകൾ. കുറച്ച് രാജാക്കന്മാരുടെ പടങ്ങളൊക്കെ ഉണ്ട്. ചാമരങ്ങളാണ്. ചാമരം തലപ്പാവ്, രാജാക്കന്മാരുടെ തലപ്പാവുകൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പെയിന്റിംഗ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. സമയം ഉച്ചക്ക് 12 മണിയായി.
ഇവിടെ 5 രൂപ ഫീസ്. ഇനിയിപ്പോൾ ഓരോ ലൈബ്രറി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും 50 രൂപ ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് വലിയ കാണാനൊന്നും വലിയതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ലൈബ്രറി അത് ഇതൊക്കെയാണ് വലിയ. ഒരാൾക്ക് അവിടെ 50 രൂപ ഉണ്ടാവും. ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സർവൻ മഹൽ ലൈബ്രറി. പ്രത്യേകിച്ച് പിന്നെ അവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് 2 മണിക്കെങ്കിലും ടെമ്പിളിലെത്തണം. അപ്പോൾ അതുകൊണ്ട് അധിക നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ ഒരു കട കണ്ടു ചെറിയ. അവിടെ കുറേ ഓടക്കുഴലുകളും കുറേ തഞ്ചാവൂർ ബൊമ്മയും ഇരിക്കുന്ന കണ്ടു. പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ പാവകളൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ വിലയൊക്കെ ഏകദേശം ഭയങ്കര കൂടുതലായിരുന്നു. ഒരു 750 രൂപ 800 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഈ പാവയ്ക്ക് വില വരുന്നത്. അതുകൊണ്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല പാവകളൊന്നും. ആർട്ട് ഗാലറിയുടെ ഫ്രണ്ട് വശമാണ്. നല്ല ഭംഗിയില്ലേ? ആൻറ്റിക്സ് ഒക്കെ വിൽക്കുന്നതാണ്. ബൊമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഈ ഇഷ്ടംപോലെ പ്രതിമകളുണ്ട് ഇവിടെയൊക്കെ. എല്ലാത്തിനും നല്ല റേറ്റാണ്. പക്ഷെ അധികം നേരം അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ ഇറങ്ങി. നമ്മുടെ ഈ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 150 മീറ്റർ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. വീണ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ അടുത്ത് തന്നെ. നമുക്ക് അങ്ങോട്ട് പോകാം. വീണ ഉണ്ടാക്കുന്നുണ്ടോ? അകത്തൊക്കെ ഒരുപാട് ടൈപ്പ് വീണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. പിന്നെ അവർ കഴിക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആകത്തുള്ളായിരുന്നു അകത്തോട്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളിവിടെ നിന്നില്ല. ജസ്റ്റ് ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു കടയിൽ തന്നെ നമ്മൾ കഴിക്കാൻ കയറി. രണ്ടും പിന്നെ അവിടെ പോയാലും ബിരിയാണിയല്ലേ പറയത്തുള്ളൂ. അത് ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ മീൽസോടെ പറഞ്ഞു. പിള്ളേർ മീൽസ് മീൽസ് കഴിച്ച 2-3 പേര് തഞ്ചാവൂർ സ്പെഷ്യൽ സിലോപ്പിയ ഫ്രൈ കൂടി പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൽസും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം നേരെ കടയുടെ വാതിക്കുന്ന തന്നെ ഒരു ഓട്ടോ കിട്ടി. പിന്നെ ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി നേരെ ടെമ്പിളിലേക്ക് പോവാണ്. ഇവിടെ പിന്നെ ഓട്ടോയിൽ അവർ എത്ര പേര് വേണമെങ്കിലും കയറ്റും കേട്ടോ. ഞങ്ങളിപ്പോൾ 8 പേരാണ് ഓട്ടോയിലുള്ളത്. അതുപോലെ ഭക്ഷണം കഴിച്ചോണ്ടേ ഉറങ്ങി തൂങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. ഇപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോൾ അവിടെ വീണ്ടും കിടന്നുറങ്ങി. ഫൈനലി നമ്മൾ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ വാതിക്കാൻ പൂ മേടിക്കാൻ വേണ്ടി വന്നതാണ്. പിങ്കുവിൻ്റെ പൂവാണോ? രണ്ടുപേർക്ക് വേണ്ടേ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. അതുപോലെ പോവച്ചാ. അങ്ങനെ ഞങ്ങള് തഞ്ചാവൂർ ടെമ്പിളിന്റെ വാതിക്കലെത്തി അല്ലേ? അടിപൊളി വ്യൂ. നമുക്കപ്പോൾ ഇനി തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ എല്ലാ കാഴ്ചകളും കൊണ്ടിട്ട് വരാം.
ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. വേറൊന്നുമില്ല, നമ്മൾ ചെരുപ്പ് കൊണ്ടുവരിക, ഇവിടെ ഒരു കിറ്റ് ഉണ്ടാവും, ആ കിറ്റിനകത്ത് വെച്ചിട്ട് ഓരോ നമ്പറിൻ്റെ അവിടെ തൂക്കിയിടുക. എന്നിട്ട് പിന്നെ നമ്പർ നമ്മൾ ഓർത്തിരുന്നാൽ മതി. 5 രൂപ കേട്ടോ അതിൻ്റെ ചാർജ്. ഫോണുകളിൽ ഫോട്ടോ മാത്രം എടുക്കാവുന്നതാണ് ഇവിടുത്തെ റൂള്. പക്ഷെ അതങ്ങനെ ആരും ഫോളോ ചെയ്യുന്നില്ല. മിക്കവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സെക്യൂരിറ്റികൾ കാണാതെ എടുത്താൽ മതി. അവർ കണ്ടു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറയും. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ തഞ്ചാവൂർ ടെമ്പിളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി പോകാൻ വഴി അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ പറയാണ് എല്ലാവരും ഉണ്ട്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് 150 രൂപ നേരെ നമ്മൾ താമസിച്ച ഹോട്ടലിനെ വാദിക്കാൻ വന്നിറങ്ങി. അവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടുന്ന് തിരിച്ച് നമ്മുടെ ട്രെയിൻ വരുന്നത് 6:30-ക്കാണ് കേട്ടോ. നമ്മൾ വന്ന അതേ ട്രെയിൻ തന്നെ, കാരക്കൽ എക്സ്പ്രസ്, നേരെ എറണാകുളം ജംഗ്ഷൻ വരെയുള്ള ട്രെയിനാണ്. ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പഞ്ചാബ് ട്രിപ്പ്. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യത്തിനെക്കാട്ടി അല്ലേ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ആദ്യം നല്ലതായിരുന്നു. തഞ്ചാവൂർത്തെ വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ നോക്കിയാലും ഫോട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കേണ്ട സ്ഥലമാണ് തഞ്ചാവൂർ. അടിപൊളി പ്ലേസ്, അടിപൊളി പ്ലേസ്. ഓക്കെ, നമ്മൾ വന്ന കാര്യം കറക്റ്റായിട്ട് ആണെന്നല്ലേ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. തകർത്ത് ഒരു ദിവസത്തേക്ക് മാത്രം അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു തഞ്ചാവൂര്? സൂപ്പറായിരുന്നോ? സൂപ്പറായിരുന്നോ? അപ്പോൾ ട്രെയിൻ വരാറായി, ട്രെയിൻ വെച്ച് കാണാം. പിന്നെ നമ്മുടെ ട്രെയിൻ വരാറായി, തിരിച്ചുള്ള സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കയറി കിടന്ന് നേരെ ഒരൊറ്റ ഉറക്കം. നാളെ രാവിലെ ആകുമ്പോൾ എറണാകുളം എത്തും. എല്ലാവരും ഉണ്ട്. ഓ ടാറ്റ പറ. ഞങ്ങൾ തിരിച്ച് വീണ്ടും എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു, നൈസ്. അടുത്ത ട്രിപ്പായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.